വാർത്തയിലേക്ക്. 9 വർഷം കൊണ്ട് കേരള പോലീസിനെ CPMന്റെ ക്രിമിനൽ കൂട്ടങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തികച്ചും മനുഷ്യത്വരഹിതമായാണ് പോലീസ് പെരുമാറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. നിങ്ങൾക്കറിയില്ലേ, TP ചന്ദ്രൻ കേസിലെ പ്രതിയായിട്ടുള്ള കൊടി സുനീനെ എവിടെ നിന്നാണ് പിടിച്ചത്? ആ കൊടി സുനീനെ മുടക്കോഴി മലയിൽ പോയി ആ കൊടി സുനീനെ പിടിച്ചു കൊണ്ടുവന്ന് സ്റ്റേഷനിലെത്തിച്ച് ആ പൊടിക്കുഴിനെ ജയിലിലെത്തിച്ച് കോടതിയിലെത്തിച്ച് ജയിലിൽ കയറ്റാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു പോലീസുള്ള അതാണ് കേരളത്തിലെ പോലീസ്. പക്ഷെ ഇന്നത്തെ പോലീസ് എന്താണ്? ഇന്നത്തെ പോലീസ് പിണറായി വിജയന്റെ പാക്ക് തൂക്കി നടക്കുന്ന, അല്ലെങ്കിൽ അതിന് താഴെയുള്ള കലാവന്മാരുണ്ടല്ലോ, അവരുടെ പാക്ക് തൂക്കി നടക്കുന്ന പോലീസായി ഇന്നത്തെ പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ത് അക്രമം നടന്നാലും അത് രക്ഷാപ്രവർത്തനമായി മാറുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമൽ ബാബുവിന്റെ കേസ് വന്നപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമായിരുന്നു. അതിന്റെ ഇടയിലാണ് അമൽ ബാബു അവിടെ എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞത്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അവിടെ കരിങ്ങോടി കാണിക്കാൻ വേണ്ടി പോയ ആ കൊച്ചുകുട്ടികളെ ഹെൽമെറ്റ് വെച്ചാണ് ആക്രമിച്ച. ആര്? DVPക്കാരല്ല, ഗുണ്ട പോലീസ്. പിണറായി വിജയനെ അക്കമ്പനി ചെയ്തു പോകുന്ന ആ ഗുണ്ട പോലീസാണ് ഹെൽമെറ്റ് വെച്ചിട്ടാണ് ആ KSU പിള്ളേരെ ആക്രമിച്ച്. എന്നിട്ട് പിണറായി വിജയൻ പറയുന്നത് അത് രക്ഷാപ്രവർത്തനമായിരുന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനൂപ് P അധ്യക്ഷത വഹിച്ചു. VV പുരുഷോത്തമൻ, സുരേഷ് ബാബു എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, കട്ടേരി നാരായണൻ, മുണ്ടേരി ഗംഗാധരൻ, കായക്കൊൽ രാഹുൽ, ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത്, CT ഗിരിജ, അഡ്വക്കേറ്റ് P ഇന്ദിര, CM ഗോപിനാഥ്, CMP രാജേഷ്, VK ശ്രീലത, C പ്രദീപ്, രഞ്ജിത്ത് താളിക്കാവ്, സുധീശൻ ബാവുക്കാൻ, M റഫീഖ്, K രാജീവൻ മാഷ് തുടങ്ങിയവർ സംസാരിച്ചു.